എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പഴയ കുറച്ച് വിശേഷങ്ങൾ, അതായത് ഓർമ്മകൾ എല്ലാം ഒന്ന് പങ്കിടാണ്. ഇപ്പോൾ നമുക്ക് വെച്ചാൽ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പലതരത്തിലുള്ള വീഡിയോകൾ അങ്ങനെ ചെയ്തു പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ, അങ്ങനെയുള്ള വ്ളോഗ് പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതുപോലുള്ള വിശേഷം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും, അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ പലതരത്തിലുള്ള വീഡിയോകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ ഒരു പഴയ ഓർമ്മകൾ പുതുക്കലും കൂടി അത് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൃത്യമായ ഒരു ഇടവേളകളിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ, കാരണം പിന്നെ നമ്മൾ പഴയ പ്രേക്ഷകരെ പോലെ തന്നെ നമുക്ക് പുതിയ പ്രേക്ഷകർ, പഴയ പ്രേക്ഷകർക്ക് പിന്നെ പലർക്കും ഇപ്പോൾ അറിയുന്നുണ്ടായിരിക്കുമെങ്കിലും നമുക്ക് പുതിയ പ്രേക്ഷകർ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, അതിൽ ചിലത് നമ്മൾ നേരത്തെ പറഞ്ഞ വിശേഷങ്ങളിൽ പെടാത്ത കാര്യങ്ങൾ, വിശേഷങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നിലും നമ്മൾ എന്തെങ്കിലും ഒരു പുതുമ നമ്മൾ കൊണ്ടുവന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിശേഷങ്ങൾ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു പഴയ ഇപ്പോൾ നമ്മൾ 2 വീഡിയോകളിലായിട്ട്, ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ എൻ്റെ പഴയ ഓർമ്മകൾ, പ്രത്യേകിച്ച് അച്ഛനെ കുറിച്ചുള്ള പഴയ ഓർമ്മകൾ, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഇതിലെന്താ വെച്ചാൽ നമ്മൾ പറയുന്നത്, പിന്നെ നമുക്ക് വരുന്നത് അമ്മ ഇനി കുറച്ച് ഓർമ്മകൾ. അപ്പോൾ ആ പഴയ ഓർമ്മകൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ പറയാത്ത, നമ്മൾ പറയുന്നത് ഇത്രയും ആദ്യമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അമ്മേൻ്റെ ആ ഒരു കല്യാണം കഴിഞ്ഞ്, അത് ഇപ്പം നമ്മൾ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ, ഓർമ്മകളൊക്കെ ഇപ്പോൾ കുറേ പറഞ്ഞു കഴിഞ്ഞു. പല വിശേഷങ്ങളിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും പഴയ ഓണം, അതുപോലെ കർക്കിടക മാസം, അങ്ങനെയുള്ള കാര്യങ്ങളിലും ആ ഒരു ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഓർമ്മകൾ പലതും നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ കല്യാണം ഒക്കെ ആ ഒരു കഴിഞ്ഞ കാലത്തെ കുറച്ച് ഓർമ്മകൾ, അതിനിപ്പോൾ അമ്മയ്ക്ക് പഴയ ഓർമ്മകൾ എല്ലാം ഒന്നും ഇപ്പോൾ ശരിക്കും ഓർമ്മയിൽ ഉണ്ടാവില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതൊന്ന് അതാണ് ഇപ്പോൾ ഇന്ന് കാര്യമായിട്ട് നമുക്ക് അറിയേണ്ടത്. ആ ഒരു പഴയ ഓർമ്മയ്ക്ക് നമുക്ക് ഒന്ന് ആദ്യം കടക്കാം. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു വർഷം, അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് തുടങ്ങാം. 1968 ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞത്. ചെമ്മാടാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. മഞ്ചേരിക്ക് അടുത്ത് പന്തലൂർക്കാണ് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള കല്യാണമാണ്. എൻ്റെ ഏട്ടനാണ് ഇവരെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് പന്തലൂരാണ്. പന്തലൂരിൽ നിന്ന് ചെമ്മാട്ടിൽ നിന്ന് എൻ്റെ ഏട്ടനും, പിന്നെ പന്തലൂരിൽ നിന്നാണ് പിന്നെ കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള കല്യാണമാണ്. അന്ന് 27 വയസ്സായിരുന്നു. മഞ്ചേരി തൃക്കലങ്ങോട് തിരുമണിക്കാർ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞത്. പന്തലൂർ എന്നെ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഒരു പെങ്ങളുണ്ട്. പെങ്ങളും ഉണ്ട്, അമ്മയുണ്ട്, പിന്നെ ആക്കെ തന്നെ ഉള്ളൂ. എൻ്റെ ഏട്ടനുണ്ട്, അനിയനുണ്ട്. ഓരൊക്കെ കല്യാണം പിന്നെ അഞ്ചൻ്റെ കല്യാണം പിന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ആളൊന്നുമില്ല, ആളൊക്കെ കുറവാണ്. കല്യാണസദ്യയൊക്കെ തിരുമണിക്കാർ വെച്ചിട്ട് തന്നെയായിരുന്നു. അന്നിപ്പോ ഇങ്ങനെ കാര്യമായിട്ട് സദ്യയൊക്കെ കഴിക്കണ കണ്ടില്ല. ഉണ്ട്, ആ കാലത്തുണ്ട്. കഴിക്കൂലേ? മേനോനായിരുന്നു ഒന്ന് അച്ഛൻ. പിന്നെയാണ് കയറ്റം കെട്ടിക്കുന്നത്. അന്ന് മേനോനാണ്. കല്യാണം കഴിക്കുന്ന സമയത്ത് മേനോനാണ്. പിന്നെയാണ് വില്ലേജ് ഓഫീസർ ആയത്. പിന്നെയാണ് വില്ലേജ് ഓഫീസർ ആയത്. പുറത്തേക്കൊന്നും അധികം പോവില്ല, അന്ന് പോയില്ല. സിനിമയ്ക്കൊന്നും പോവില്ല. ഇല്ല. അച്ഛൻ ഒരു കർശനക്കാരനാണ്. പിന്നെ കല്യാണം കണ്ടി ഞാൻ കുറച്ചു കാലം മൊറിയൂരായിരുന്നു നിന്നത്. മൊറിയൂരാണ് ഞാൻ. മഞ്ചേരിക്കടുത്ത് മൊറിയൂരാണ് ഞാൻ. അവിടെയായിരുന്നു അന്ന് പണി. അപ്പൊ ഞാൻ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ 4 കൊല്ലം നിന്നിക്കുന്നു. 4 കൊല്ലം അച്ഛൻ്റെ അപ്പം അവിടെ നിൽക്കും ഞാൻ. അച്ഛന് പിന്നെ അങ്ങനെ നിർബന്ധമായിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അന്ന് ഇടയ്ക്കൊക്കെ വീട്ടിലേക്കാണ് ചോറുണ്ണാൻ വരിക, വില്ലേജ് ഓഫീസറായിട്ട് ആയ കാലത്ത്. പന്തലൂര്. അച്ഛൻ അന്നൊക്കെ പച്ചക്കറി ഒക്കെ അങ്ങനെ ഭക്ഷണത്തിന് നിർബന്ധമൊന്നുമില്ല. അച്ഛൻ ജോലിൻ്റെ പുറമെ പൊതുകാര്യങ്ങളായിട്ട് നടക്കുന്ന ആളാണ്. പിന്നെ ഒരു പകിടകളി ഉണ്ട്. അത് 2 ദിവസം 3 ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് ആളെ കാണുള്ളൂ. അങ്ങനത്തെ ഒരാളാണ്. എപ്പോഴും തിരക്കിലാണ് അല്ലേ? എപ്പോഴും തിരക്കിലാണ്. അമ്മ പറഞ്ഞ ആ ഒരു ഓർമ്മയിൽ, പഴയ അനുഭവങ്ങൾ തന്നെ ഉള്ള കാര്യത്തിൽ ഞാൻ ഇപ്പം എന്താ പറഞ്ഞു വെച്ചാൽ,
ഇപ്പോൾ അതിപ്പോൾ ഈ കല്യാണം കഴിച്ച കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നുവെച്ചാൽ ഇപ്പോൾ പന്തലൂര് ആണ് അച്ഛൻ, പിന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ട്. അതാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു എന്ന് ഇപ്പം അമ്മ പറഞ്ഞല്ലോ. അതെന്താ വെച്ചാൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബന്ധം ഇപ്പം ആ കാലത്ത് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അന്ന് അത് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ എന്നാലും അന്നത് കൂടുതലാണ്. അപ്പം വെച്ചാൽ അച്ഛൻ പന്തലൂര്, പിന്നെ അച്ഛൻ്റെ പെങ്ങള്. ഈ അച്ഛൻ അതേപോലെ ചെമ്മാട്, ഇപ്പോൾ അമ്മ, ഇപ്പോൾ അമ്മാവൻ, എൻ്റെ അമ്മാവൻ. അപ്പം അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരുമാണ്. അപ്പോൾ അവിടുന്ന് അമ്മാവൻ ഇവിടെ അച്ഛൻ പന്തലൂരിൽ നിന്ന് അച്ഛൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നു. ഇവിടെ അച്ഛൻ അവിടെ അമ്മാവൻ്റെ പെങ്ങള്, അതാണല്ലോ ഇപ്പം അമ്മ. അപ്പം ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കല്യാണം കഴിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഞങ്ങൾ ആ ഒരു ബന്ധം കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വെച്ചാൽ രണ്ട് ബന്ധം കൂടി കിടക്കാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ എങ്ങനെയാ പറയുക, ചിലപ്പോൾ എൻ്റെ അമ്മാവനും അമ്മായി, നമ്മൾ പറയില്ല അമ്മാവനും അമ്മായി എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് അമ്മാവൻ അമ്മേൻ്റെ ആങ്ങള ആ രൂപത്തിൽ വന്നു. ഈ അമ്മായി എന്ന് പറഞ്ഞത് അച്ഛൻ്റെ പെങ്ങളുമാണ്, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുമാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു രണ്ട് ബന്ധം വരുമ്പോൾ ബന്ധത്തിന് ഒന്നുകൂടി ശക്തി കൂടുതലുമാണ്. അപ്പോൾ ഞങ്ങൾ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. ഇപ്പോൾ അവിടെ ഇപ്പോൾ അമ്മേൻ്റെ തറവാട്ട് വീട്ടിൽ ഞങ്ങൾ പോയി നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടുന്ന കാലത്ത് ഞങ്ങൾ 2 മാസം തറവാട്ട് വീട്ടിൽ പോയി നിൽക്കും, അമ്മേൻ്റെ തറവാട്ട് വീട്ടിൽ ചെമ്മാട്. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ പന്തലൂർ തന്നെയാണ്. അപ്പം എന്ന് വെച്ചാൽ അപ്പം നമുക്ക് അവിടെയും ഇങ്ങനെ ഇത് തോന്നില്ല. ഇപ്പം ഇവിടെ നിന്നുള്ള ആ ഒരു അതേ ബന്ധം തന്നെ അവിടെയും ഉള്ളത്. പക്ഷേ ഒരേപോലെ നമുക്ക് ആ വീട്ടിൽ പോകുമ്പോഴും അമ്മാവനുണ്ട്, ഈ പറഞ്ഞ പോലെ അമ്മായി. അപ്പോൾ നമുക്ക് ആ ബന്ധത്തിനും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ ഈ ഒരു കല്യാണം ഇവരെ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേറെ ചില വീടുകളിലൊക്കെ അങ്ങനെ നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ വളരെ ചുരുക്കമേ ഉള്ളൂ അങ്ങനെ പിന്നെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ അതുകൊണ്ടുള്ളൊരു ബന്ധങ്ങൾക്ക് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു കുറച്ചും കൂടി ഒരു കംഫർട്ടാണല്ലോ നമുക്ക്. വെച്ചാൽ അവിടെ പോകുമ്പോഴും ഇവിടെ പോകും നമുക്ക് വേറൊരാളല്ലല്ലോ, ഒക്കെ ഈ കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഇപ്പം ഈ ഒരു ഇങ്ങനെ പുതിയ രണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ഇത് ഞങ്ങൾ ഈ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത അന്നുണ്ട്. അവിടെ ഞങ്ങളെ വീട്ടിൽ അച്ഛനും അച്ഛൻ്റെ പെങ്ങളുണ്ട്, പിന്നെ അമ്മ. അപ്പം ഒരു 3 പേര്, പിന്നെ ഞങ്ങൾ 4 മക്കളാണല്ലോ ഉള്ളത്. അപ്പം അന്ന് അങ്ങനെ ഒരു രസമായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഉള്ള ആ ഒരു ഇത്. പിന്നെ അച്ഛൻ ഇപ്പം നമ്മൾ അച്ഛൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് വെച്ചാൽ അച്ഛനോട് പറഞ്ഞാൽ നമുക്ക് സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കും. അത് സാധിക്കാത്തത് ഉദ്ദേശിച്ച് നമുക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചീത്ത പറയുന്ന എന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കുകയായിരിക്കും, സാധിച്ചു തരില്ല എന്നല്ല. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കളിക്കാൻ പോവുകയൊക്കെ ആണെങ്കിൽ ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ആ പേടി. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ കൂടുതൽ ഞാൻ അമ്മേനോട് ചോദിച്ചിട്ടാണ് നമ്മൾ പോവുക. ഇപ്പം ഞങ്ങൾ ജ്യേഷ്ഠനും പെങ്ങന്മാരോ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. എന്നുവെച്ചാൽ അമ്മ അച്ഛൻ വളരെ സ്ട്രിക്റ്റും അമ്മ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മേനോടാണ് പറയാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ പറയില്ലേ അച്ഛൻ്റെ പെങ്ങളും, അതെ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇത് വെച്ചാൽ നമുക്ക് സാധാരണ ഇപ്പോൾ വീടുകളിലൊക്കെ ആകുമ്പോൾ വെച്ചാൽ നമുക്ക് അമ്മ പിന്നെ അച്ഛൻ ആ ഒരു രീതിയിലാണ്. ഇതിപ്പോൾ നമുക്ക് ഇവരെ ഇടയിൽ തന്നെ അച്ഛൻ്റെ പെങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കുള്ളൊരു ഒരു കംഫർട്ട് എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും കളിക്കാൻ പോയി ചീത്ത അറിയാൻ അങ്ങനെ ഒരു ഇത് വരും. 2 പേരുള്ളതുകൊണ്ട് അപ്പം എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മൾ പറയില്ലേ നമുക്ക് വേണ്ടി പറയാൻ ഒരു മൂന്നാമതൊരാൾ കൂടി എന്ന് പറഞ്ഞ പോലെ. ഇപ്പം അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് കേൾക്കാതെ വരികയാണെങ്കിൽ അപ്പോഴേക്ക് അച്ഛൻ്റെ പെങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഒരു കളിക്കാൻ പോയത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം നമുക്ക് എപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ അച്ഛൻ ചിലപ്പോൾ ഇവരോട് ഞങ്ങളെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും കളിക്കാൻ പോയത് പിന്നെ വിടണ്ട, അങ്ങനെയാണ് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കളിച്ച് വീണ് മുറിയായൊന്നും വരണ്ട എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒക്കെ സമയത്ത് ഇവരിൽ ആരോടെങ്കിലും ആയിട്ട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോവുക. അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയത്ത് ഉള്ള രസങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈ തായം കളിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഞങ്ങൾ ആ ഒരു കളികൾ അപ്പം അതിനും അപ്പം അമ്മയ്ക്ക് പിന്നെ അങ്ങനെയുള്ള കളികൾ കാര്യങ്ങളിലൊന്നും അത്ര വലിയൊരു താല്പര്യം ഉണ്ടായില്ല അന്ന്. അതും അച്ഛൻ്റെ പെങ്ങളായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അന്ന് അച്ഛൻ്റെ പെങ്ങളും അമ്മയും 2 പേര് ഞങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞങ്ങളെ ഒരു ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോൾ തായം കളി അതുപോലുള്ള കാര്യങ്ങൾ, അപ്പം എങ്ങോട്ടെങ്കിലും കളിക്കാൻ പോകുന്നതിന് സമ്മതം ചോദിക്കലൊക്കെ അച്ഛൻ്റെ പെങ്ങളോടാണ്. അമ്മ ചിലപ്പോൾ അച്ഛനോട് ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അപ്പം ഇത് അച്ഛൻ്റെ പെങ്ങളാകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് ഞങ്ങൾ മെല്ലെ കളിക്കാൻ പോയതിൻ്റെ ന്യായീകരിച്ചിട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ നമ്മൾ പറയില്ല നമ്മളെ രക്ഷപ്പെടുത്തി വിടും. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഉള്ള ആ ഒരു കാലത്തെ ഇപ്പം എൻ്റെ ഒരു ഓർമ്മ നമുക്കിപ്പോൾ ഞാൻ
ഞങ്ങൾ 4 മക്കളിലെ ഇളയ മകനാണ് ഞാൻ. അപ്പോൾ ആ ഒരു കാലത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പണ്ട് കാലത്തുണ്ടല്ലോ ഒരു പ്രോഗ്രസ് കാർഡിന് ഒപ്പിടിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ഇപ്പൊ എന്തെങ്കിലും വിഷയങ്ങൾക്ക് മാർക്ക് കുറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉത്തര പേപ്പർ നമുക്കന്ന് പരീക്ഷേന്റെ മാർക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇത് വരുമല്ലോ, മാർക്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അച്ഛനോട് പറയാനൊക്കെ അന്നൊക്കെ പേടിയാണ് ഞങ്ങൾക്ക്. ചിലപ്പോൾ അത് മാർക്ക് കുറയുക എന്തെങ്കിലും ചെയ്തിട്ടുള്ള സമയത്താണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അച്ഛൻ്റെ പെങ്ങളെ അടുത്ത് അതും ഒക്കെ പറഞ്ഞ് എന്നിട്ട് വേണം അച്ഛൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ. അതിൽ അല്ലാണ്ട് നേരിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പം അല്ലെങ്കിൽ അമ്മേനോട് പറയും. അമ്മേനേലേറെ ഞങ്ങൾ അച്ഛൻ്റെ പെങ്ങളോടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ ആ ഒരു ഓർമ്മകൾ, കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് എടുക്കട്ടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ഓർമ്മ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.